ഏഴിൻ്റെ പണി പ്രേക്ഷകർക്കും മത്സരാർത്ഥി അനീഷിന് കൊടുത്തപ്പോൾ അതേപോലെ നാണയത്തിൻ്റെ തന്നെ മറ്റു വശത്തിൽ അനീഷ് ലാലേട്ടന് 8ൻ്റെ പണി കൊടുക്കുകയാണ്. എന്താണ്? അനീഷ് ലാലേട്ടൻ്റെ എതിരെ നിയമ നടപടിക്ക് പോകുന്നു. നമുക്ക് ഒരു നല്ല ഹൃദയമുള്ളൊരു വ്യക്തിയുടെ ഒരു ഡയലോഗ് നമുക്കൊന്ന് കേൾക്കാം. അത് കഴിഞ്ഞിട്ട് ബാക്കി പറയാം. ഈ ഷോ കണ്ടുകൊണ്ടിരുന്ന കോടിക്കണക്കിന് മനുഷ്യരെ മോഹൻലാൽ 7ന്റെ പണി തന്ന് പറ്റിച്ചതാണ്. ഇതായിരുന്നു മോഹൻലാലിന്റെ 7ന്റെ പണി. തന്റെ അധികാരം ഉപയോഗിച്ച് ഒരാളെ ജയിപ്പിക്കാനായിരുന്നുവെങ്കിൽ എന്തിനാണ് മോഹൻലാൽ എല്ലാവരോടും SMS ചെയ്യാനും വോട്ട് ചെയ്യാനും പറഞ്ഞത്? മോഹൻലാലിന് ഇഷ്ടമുള്ള ഒരാളെ വിജയിപ്പിച്ചാൽ പോരായിരുന്നു. അവസാന റൗണ്ടിൽ എത്തി നിൽക്കുന്ന 2 മത്സരാർത്ഥികളുടെ മാനസികാവസ്ഥ എന്ന് പറയുന്നത് ഒരു വല്ലാത്ത സംഘർഷമാണ്. ആ സമയത്ത് ഒരാൾ എനിക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കും ഞാൻ പ്രൈസ് എന്ന് പറയുമ്പോൾ ആ മത്സരാർത്ഥി എത്രമാത്രം മാനസികമായി തകർന്നു പോകും എന്നെങ്കിലും ചിന്തിക്കാനുള്ള ഒരു ബുദ്ധി മോഹൻലാലിന് ഇല്ലായിരുന്നു. ഈ 20 മത്സരാർത്ഥികളെ കൊണ്ടുവന്ന് ഇത്രയും നാൾ അതിനകത്തിട്ട് പീഡിപ്പിക്കേണ്ട വല്ല കാര്യമുണ്ടായിരുന്നു? അവർക്ക് ഇഷ്ടമുള്ള ഒരാളെ വിളിച്ച് അങ്ങ് സമ്മാനം കൊടുത്താൽ പോരായിരുന്നു? ആ സമയത്ത് അവർക്ക് കിട്ടിയ വോട്ട് കാണിച്ചു കഴിഞ്ഞാൽ അവരുടെ മാനസിക സംഘർഷം തീർച്ചയായിട്ടും ഒഴിവാകും. മോഹൻലാൽ അവസാന നിമിഷം ചെയ്തത് ഒരു ഗുണ്ടായിസം പോലെയായി. എനിക്ക് തോന്നിയവർക്ക് ഞാൻ പ്രൈസ് കൊടുക്കൂ എന്നുള്ള ഗുണ്ടായിസം. കോടിക്കണക്കിന് മനുഷ്യർ ഇവർക്ക് വോട്ട് ചെയ്തതാണ്. ആ വോട്ട് ചെയ്ത മനുഷ്യർക്ക് ആർക്കാണ് കൂടുതൽ വോട്ട് കിട്ടി എന്നറിയാനുള്ള ഒരു അവകാശം നിങ്ങൾ എന്തുകൊണ്ട് നൽകിയില്ല? ഇതിന് ചെയ്യേണ്ടത് അനീഷ് എന്ന മത്സരാർത്ഥി നിയമ നടപടി സ്വീകരിക്കേണ്ടതാണ്. കാരണം അയാളെ ആ വേദിയിൽ അപമാനിക്കുകയാണ് ചെയ്തത്. കേട്ടില്ലേ? 10 ലക്ഷം രൂപ കോൺഫിഡൻസ് ഗ്രൂപ്പ് റോയ് സാറ് അനീഷിന് കൊടുത്തു. നല്ല മനുഷ്യൻ, നല്ല ഹൃദയമുള്ള മനുഷ്യൻ. പക്ഷേ ഞാൻ ആലോചിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ആ സ്റ്റേജിൽ വെച്ചിട്ട് കോൺഫിഡൻസ് ഗ്രൂപ്പിന് 10 ലക്ഷം രൂപ അപ്പം തന്നെ കൊടുത്താൽ മതിയായിരുന്നല്ലോ. ഇത്രയും ആറിയ കഞ്ഞി പഴങ്കഞ്ഞിയല്ലേ? അതിലെന്തോ ഉടായ്പുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഈ പൈസ ബിഗ് ബോസിൻ്റെ തന്നെയാണോ അതോ ലാലേൻ്റെ ആണോ? ഇനിയിപ്പോൾ അവർക്ക് കൊടുക്കാൻ നാണക്കേടായിട്ട് ഇങ്ങേരോട് കൊടുക്കാൻ പറഞ്ഞാണോ എന്നും അറിയില്ല. അങ്ങേര് പറഞ്ഞ് മോഹൻലാലും ബിഗ് ബോസ് ഒന്നും അറിയാണ്ട് തരുന്നുള്ളതാണ്. പക്ഷെ അവർ അറിഞ്ഞിട്ടാണ് കൊടുത്തതെന്ന് എനിക്ക് സംശയമുണ്ട്. എന്തായാലും ലാലേട്ടൻ വിളിച്ചൊരു 10 ലക്ഷം രൂപ കൊടുക്ക്. അതുപോലെ തന്നെ നമ്മുടെ ബിഗ് ബോസ് വിളിച്ചൊരു 10 ലക്ഷം രൂപ നമ്മുടെ അനീഷിന് കൊടുക്ക്. ഒരു കപ്പ് ഉണ്ടാക്കി കൊടുക്ക്. കപ്പിന് ഇപ്പോൾ ഇത്രയല്ല പൈസയുള്ളൂ. അതാണ് വേണ്ടത്. അല്ലെങ്കിൽ ഇതുപോലെയുള്ള ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ കിടന്ന് അലക്കും. നിങ്ങൾ ഒരു ഉപ്പാട് ഇളക്കും. ജനങ്ങൾ മുഴുവൻ ഇളകിയിരിക്കണ്. അനീഷിനെ വേണ്ടിയിട്ട് എല്ലാവരും ഇളകിയിരിക്കണ്. ഇനിയിപ്പോൾ നാളെ തൊട്ട് അവർ സമരം പ്രഖ്യാപിക്കുമെന്ന് എനിക്ക് പേടി. എന്തായാലും ഓക്കെ.